നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോഴും മാത്രമല്ല ഇതിനു മുമ്പും ഈ പറയുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ആ രീതിയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഊന്നൽ നൽകി വളരെ ഫലപ്രദമായിട്ട് വികസന പ്രവർത്തനം ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക്, വികസനത്തിന് ഫലപ്രദമായ ഗവൺമെൻറ് സംവിധാനം പോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കണം എന്നാണ് പാർട്ടി CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കരുതുന്നത്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഏതാണ്ട് നമുക്ക് 2 ലക്ഷത്തോളം കോടി രൂപ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണം തരാതിരിക്കുകയും അവർക്ക് താല്പര്യമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് BJP ഗവൺമെൻറ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പരിഹാസ്യമാക്കിയ ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാട് അധികാര വികേന്ദ്രീകരണത്തെയും ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യം. എങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഇടപെടലിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജനങ്ങളെ അണിനിരത്തി അധികാര വികേന്ദ്രീകരണം ഒരു ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ മഹത് പാരമ്പര്യം ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതുമായ ഒന്ന്. ജനകീയാസൂത്രണത്തിലൂടെയാണ് അധികാര വികേന്ദ്രീകരണം നമ്മൾ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇപ്പോഴും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ, വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തും, മുനിസിപ്പാലിറ്റിയും, കോർപ്പറേഷനും, ജില്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ ഭാവനക്കനുസരിച്ച് കൂടി നിയമപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഫലപ്രദമായിട്ട് മുന്നേറി എന്നുള്ളത് തന്നെയാണ് സത്യം. സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഓരോന്നും ഫലപ്രദമായി നടപ്പിലാക്കേണ്ടുന്ന പ്രായോഗിക മേഖലയിലുള്ള യത്നം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ആ രംഗത്ത് സജീവമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ലോകം അറിയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനം കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായി നവകേരള പിറവി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ പൂർത്തിയാക്കപ്പെട്ട ഒന്നല്ല. കേരളത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സാമൂഹ്യ വികസന പ്രക്രിയയിലുള്ള ഇടപെടലിൽ അത് മെല്ലെ മെല്ലെ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു അവസ്ഥയിലാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 20%, 25%, 30%, 35% വരെ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യരുടെ എണ്ണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളാരും ചൂണ്ടിക്കാണിച്ചില്ല, അതിദാരിദ്ര്യരുടെ എണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതിൻ്റെ സർവേ തയ്യാറാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്, നീതി ആയോഗമാണ്. ആ കണക്കിലാണ് കേരളം
0.7% അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ 0.7% അതിദാരിദ്ര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ 2ാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട വെക്കുന്നത്. അത് 20% അതിദാരിദ്ര്യം കേരളത്തിലുണ്ടെങ്കിൽ ആ അജണ്ട വെക്കില്ല. അടുത്ത കാലത്തൊന്നും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളം വിളിച്ച് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള അജണ്ട അടുത്ത കാലത്തൊന്നും വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സാധിക്കില്ല. കാരണം കോടാനുകോടി മനുഷ്യർ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നത് മുദ്രാവാക്യം വെക്കാമെന്നല്ലാതെ പ്രാവർത്തികമാക്കാനാവില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ അതിദാരിദ്ര്യ അനുഭവിക്കുന്നവരാണുള്ളത് എന്ന കണക്കനുസരിച്ച്, പട്ടിണിക്കാരാണുള്ളത് എന്ന കണക്കനുസരിച്ച് 0.7% കൃത്യമായിട്ട് കണ്ടെത്താൻ തീരുമാനിച്ചു. അതാണ് ആദ്യത്തെ യോഗത്തിൻ്റെ 1ാമത്തെ തീരുമാനം. എന്നിട്ടിത് അങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കാം എന്ന കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സർവേ നടന്നു. ആ സർവേയിലാണ് 64,006 കുടുംബമുണ്ട് എന്ന് മനസ്സിലായത്. 1,03,099 പേരുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്പർ കിട്ടി. ആ അതിദാരിദ്ര്യമുള്ള ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അതാണ് ഗവൺമെൻറ് 4.5 കൊല്ലക്കാലം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 1-ാം തീയതി 2025 നമുക്ക് അതിദാരിദ്ര്യം മുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ്. ജനകീയ ജയില കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ്. മുതലാളിത്ത സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം തന്നെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ അവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരു അജണ്ടയില്ല മുതലാളിത്ത സമൂഹത്തിന്. ഇപ്പോൾ കേരളം ഒരു പുതിയ മാതൃകയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിച്ചൊന്നല്ല, ദാരിദ്ര്യം ഇനിയും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 62 ലക്ഷം മനുഷ്യർക്ക് 1,600 രൂപ പോരാ, 2,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെയും നിൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും വർദ്ധിപ്പിക്കണം. ഇനിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തോടടിക്കുന്ന സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ നില ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് 2,500-3,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാനാവും. ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് കേരളത്തെ നയിക്കാൻ നമുക്കാവണം. ഒരു 5, 10, 15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തെ 100, 300, 400 വർഷക്കാലം വികസനം നേടി എന്ന് പറയുന്ന യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ആ ഒരു വികസന തന്ത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ സർവേ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ട് ആളെ കണ്ടെത്തിയതും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയും എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചതും നടപ്പിലാക്കിയതും ഒക്കെ അവരാണ്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറിയിട്ടുള്ള ഒന്നാണ്. ശുചിത്വ കേരളം. എങ്ങനെയാണ് ശുചിത്വ കേരളം ഉണ്ടായത്? എന്തായിരുന്നു കേരളത്തെ പറ്റിയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം? ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 52 സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് ടൈം മാഗസീൻ അമേരിക്കയിൽ അവരുടെ കൃത്യമായ സർവേയും പഠനവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചപ്പോൾ കേരളം 52 52ാമത്തതല്ല, 52ൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. സ്ഥലം എന്നാണ് പറഞ്ഞത്, ഒരു സംസ്ഥാനം എന്ന രീതിയിലല്ല. നമ്മൾ കേരളം മുഴുവൻ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോക ജനതയെ ആകർഷിക്കുന്ന, ടൂറിസ്റ്റുകാർ തന്നെ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഒരു നാട്. നമ്മൾ 4-5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് 4.5 വർഷം മുമ്പ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈയെടുത്തത്. അതിന് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ലോകബാങ്കിൻ്റെതായാലും അതുപോലെ വിവിധ മേഖലകളിൽ നിന്നും ഫണ്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഫണ്ടില്ലായിട്ടല്ല. ഒരു ശുചിത്വ കേരളം രൂപപ്പെടണം എന്ന വളരെ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ന് എത്രത്തോളം മാറി. എത്ര വിമർശനപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർക്കും കേരളത്തിൻ്റെ ഈ മാറ്റം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. വേസ്റ്റ് എന്ന് പറയുന്നത് വെൽത്താണ് എന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ തെളിയിച്ചത്. ഹരിതകർമ്മ സേനയല്ലേ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ കർമ്മ ഭടന്മാരായിട്ട് അവർ മാറിയത്. അങ്ങനെയല്ലേ ഇത് മാറിയത്. ഇപ്പോഴും കേരളം എത്രത്തോളം മാറി. ഇനി മാറണം, അതിന് തുടർച്ചയും വേണം. പക്ഷേ ശുചിത്വ കേരളം എന്നുള്ള മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് തുല്യമായ നിലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ, ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. വ്യാവസായിക മേഖല എടുത്തു. കേരളം എത്രത്തോളം പിന്നിലായിരുന്നു വ്യാവസായിക സൗഹൃദ സംസ്ഥാനങ്ങളിൽ. എത്രയോ സ്ഥാനം, 15-16 സ്ഥാനത്തേക്ക്. ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് വന്നത്? നമ്മളന്ന് തീരുമാനിച്ചു, പിണറായിയുടെ രണ്ടാം ഗവൺമെൻറ്റിനെയാണ്, 2ാം ടേമിലെ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും എല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നത് സംരംഭകരുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് അത് അനുവദിക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക, എങ്ങനെ ഫയലിൽ എഴുതണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് മൗലികമായി മാറിയില്ലേ? വളരെ ഗൗരവതരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ ഇത് മാറിയത്? വെറുതെ മാറിയതാണോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മന്ത്രിയായിരുന്നു. 1,00,000 സംരംഭകരെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നില്ല തീരുമാനിച്ചു. 1,00,000 സംരംഭകരെ കണ്ടെത്തും, ചെറുകിട സംരംഭകർ. എന്നോടൊന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഭ്രാന്തുണ്ട്, കേരളത്തിൽ 1,00,000 സംരംഭകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരാക്കിയിട്ട് മാറ്റി. എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനും സ്ഥിരമായിട്ട് അവിടെ നിർത്തി. രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1,00,000 പറ്റി സ്വപ്നം കാണാൻ കഴിയാതിരുന്ന കേരളത്തിൽ 1,30,000 രജിസ്ട്രേഷൻ നടന്നു. ചെറുകിട സംരംഭകരുടെ രജിസ്ട്രേഷൻ വന്നു. 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം അതുകൂടി. ഇപ്പോഴും 3,50,000 ഉണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് കേരളം 1-ാം സ്ഥാനത്ത് വന്നത് ചെറുകിട വ്യവസായ സംരംഭക പ്രവർത്തനത്തിൽ. സ്വയം സംരംഭകരായിട്ട് വന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നം വരുമ്പോൾ അന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മുനിസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഈ സംരംഭം വരാതിരിക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച. ഫയൽ, മടക്കൽ, കുറിപ്പ്, നോട്ട്. ഇനി നിങ്ങൾക്ക് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത എണ്ണം ആളുകളെ തൊഴിലുള്ളവരാക്കി മാറ്റുക എന്ന ചുമതല കൂടി നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയ തുടങ്ങിയത്. അതുവരെ അവർക്കതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉയർന്നു വന്നു. കോർപ്പറേഷനൊക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ വന്നു. എത്ര സംരംഭങ്ങളാണ് വന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ചട്ടങ്ങളും മാറി, നിയമങ്ങൾ തന്നെ മാറി. ഇതെല്ലാം നടന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രക്രിയകളാണിതെല്ലാം. അതിലൂടെയാണ് ഈ 3,50,000 ഇപ്പോഴ് സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എത്രയെത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത്. വീട്, ലൈഫ്, എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനല്ലേ മുൻകൈയെടുത്ത് ചെയ്തത്. 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകിയില്ലേ. ഇനിയും വേണം വീട് കൊടുക്കാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓരോ പഞ്ചായത്തിലും 1000-കണക്കിന്
വീട് നൽകിയല്ലോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 4000-ലധികം വീടാണ് നൽകിയത്. 4000-ലധികം വീട് ഒരു കോർപ്പറേഷൻ. അപ്പോൾ നമ്മൾ കാണേണ്ടത് വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഗവൺമെൻറ് സ്കീമും അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയുള്ള പ്രവർത്തനങ്ങളും ഒരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വമ്പിച്ച മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെയാണ് ചെയ്തത്. നല്ല അവബോധം ഇപ്പോൾ പൊതുവായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് കേരളം ശുചിയാക്കണം എന്നുള്ള കാര്യം, എല്ലാവർക്കും വീട് വേണമെന്നുള്ള കാര്യം. വിദ്യാഭ്യാസ മേഖല എത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടല്ലേ LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവരല്ലേ മാറ്റിയിരുന്നു. ഇന്ന് മനോഹരമായ സ്കൂളുകളും അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും രൂപപ്പെട്ടു വന്നില്ലേ? അതിൻ്റെ പശ്ചാത്തലം ഒരുക്കി മുഴുവൻ കാര്യം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് സഹായം ഉണ്ടെങ്കിലും ചെയ്തത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ? നിങ്ങളിപ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾ നോക്ക്, താലൂക്ക് ജില്ലാ ആശുപത്രി വരെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെയും അതുപോലെ കോർപ്പറേഷൻ്റെ കീഴിലല്ലേ പ്രവർത്തിക്കുന്നത്. എത്ര മനോഹരമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. എത്ര വിപുലമായ രീതിയിലാണ് ആർദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്തു വന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് റൂം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എത്ര സുന്ദരമായ രീതിയിലാണ് പഠന സൗകര്യം ഒരുക്കിയത്. LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പഠനം. ഇതിനെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈയെടുത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. അതിനുള്ള ഫണ്ടും അധികാരവും എല്ലാം അവരുടെ കയ്യിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണം എന്ന ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് പലതും സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമുള്ളപ്പോഴും കേരളത്തെ പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, നവകേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, അത് റോഡായാലും പാലായാലും ആശുപത്രിയായാലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള 2 തരത്തിലുള്ള ഇടപെടലായാലും KDSകിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയും. തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതി അതും താഴെ തലത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്തു വരേണ്ടത്. അവർക്കാണ് സാധിക്കുക. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കേണ്ടുന്ന പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. ആ തലത്തിൽ നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നല്ല ധാരണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് സർവതല സ്പർശിയായ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം രാജ്യത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷ ധാരയിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെറുതെ സംഭവം. അങ്ങനെയാണെന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണഘടനയെല്ലാം ഭേദഗതിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാവണ്ടേ? ഇതുപോലെ ഇപ്പോഴെല്ലാവരും ഇവിടെ പഠിക്കാൻ വരികയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ കേരളത്തിലേക്കാണ് വരുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രയും വ്യാപകമായ രീതിയിലും ഇത്രയും ജനാധിപത്യപരമായ രീതിയിലും സംവിധാനം കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഈ പ്രത്യേകത ചേർത്തുകൊണ്ടാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകളെയും എല്ലാം പ്രത്യേക തരത്തിൽ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും സാധിക്കുക. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീക്ഷണത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭരണ സാന്നിധ്യം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ശക്തികൾ തന്നെയാണ് ഏത് സന്ദർഭത്തിലും. അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഉജ്ജ്വലമായൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ്. അത് വാർഡിൻ്റെ എണ്ണായാലും
പഞ്ചായത്തുകളുടെ എണ്ണമായാലും മുനിസിപ്പാലിറ്റിയുടെ എണ്ണമായാലും കോർപ്പറേഷൻ്റെ എണ്ണമായാലും അതിന് പിന്നെ അധികം വർദ്ധിക്കാനില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എങ്ങനെയാണല്ലോ കണക്ക് കൂട്ടുക? ആ കണക്കെല്ലാം എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനാവും. അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ ഫലപ്രദമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുതകുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. തെറ്റായ ഒരു പ്രവണതയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല. എല്ലാ തെറ്റായ നിലപാടുകളെയും കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാന സംവിധാനം, താഴെ തലത്തിലുള്ള പ്രാദേശിക സംവിധാനം, ഇതാണ് കേരളം ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒന്ന്. ആ രീതിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകത എന്നുകൂടി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആമുഖമായിട്ടുള്ള വിശദീകരണം അവസാനിപ്പിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.